ഹായ് ഫ്രണ്ട്സ്, ദൈമോസ് വ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ അതേ ഇന്ന് മനസ്സിലായില്ല, പാവക്ക ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാനൊരു പാവക്ക തീയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് കാണിച്ചു തരാട്ടെ. അത് ഞാൻ കഴുകിയതാണ് ഇത്. ഞാൻ കഴുകി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇത് ഉള്ളിലെ കായൊക്കെ കളയണത്. അപ്പോൾ നമുക്ക് കായൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാട്ടെ. ഇതിനകത്ത് ഓൾറെഡി കഴുകിയതാണ്. കഴുകിക്കഴിഞ്ഞിട്ട് ഇത് പാവക്ക അരിയാനാണ് എല്ലാവരും പറയണത്. പാവക്ക എല്ലാം അരിഞ്ഞൊക്കെ കഴിഞ്ഞിട്ട് കഴുകണതിൻ്റെ നല്ലത് ഇതാണ് കേട്ടോ. എന്താണെന്ന് അറിയില്ല കേട്ടോ. ഇനി പാവക്കൊക്കെ കയ്പ്പ് കൂടുമോ എന്താണെന്ന് അറിയില്ല. കുരുവന്നിട്ട് അപ്പം പെട്ടെന്ന് നമുക്കൊരു തീരുണ്ടാക്കിയാൽ കാണാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതേ പാവക്ക അരിഞ്ഞിട്ട് ഇതേ ഉള്ളിയും പാവക്കയും പുളിവെള്ളവും ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കൂടി ഇട്ട് വേവിക്കാനായിട്ട് പോകുന്ന. അപ്പോൾ കുറച്ച് ഉള്ളി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് തേങ്ങ വറക്കും ഇടാനായിട്ടാണ് കേട്ടോ. കുറച്ചും കൂടി ഉള്ളി വേണ്ടി വരും കേട്ടോ. കുറച്ചും കൂടി ഉള്ളി വേണം. അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. പുളിവെള്ളം, ചുവന്നുള്ളി, ഇനി പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് പാവക്ക പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ചുവന്നുള്ളി കുറച്ചും കൂടി ഇനി വറക്കണേൽ വേണം. തേങ്ങ വറക്കണേൽ കുറച്ചും കൂടി ചുവന്നുള്ളി വേണം. പിന്നെ കുറച്ച് ചുവന്നുള്ളി ഞാൻ ഇതിനകത്തിട്ട് വേവിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ കുറച്ച് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി അടച്ചിട്ട് വേവിക്കും. ഇനിയിപ്പോൾ കുറച്ച് തേങ്ങ നമുക്ക് എടുക്കട്ടെ. ഇത്രയും തേങ്ങ ഞാൻ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇത്രയും വേണ്ട, ഇത്രയും തേങ്ങ വേണ്ടി വരില്ല. പകുതി എടുക്കാം, പകുതി മാറ്റാം. ഇത്രയും മതിയാവും തേങ്ങ. പിന്നെ മല്ലിപ്പൊടി ഉണ്ടാവും, മുളക് പൊടി നമ്മളിടുമല്ലോ. അപ്പോൾ പാവക്ക അങ്ങനെ വേകട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് പാവക്ക വേകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടി ഉള്ളി വേണം. കുറച്ചും ഉള്ളി ഞാൻ വറുത്തുണ്ട്. പാവക്ക വേകുമ്പോഴത്തേക്കും നമുക്ക് ഇതാക്കി തേങ്ങ ഒന്ന് കുറച്ചും കൂടി ഉള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. എന്നിട്ട് അതിനകത്ത് മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർക്കാം. അപ്പോൾ ഇതേ പാവക്ക നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ലവണ്ണം വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് തീയൊന്ന് കുറച്ച് കൊടുക്കാം. റെഡിയാവട്ടെ. നമുക്ക് തേങ്ങ ഒന്ന് വറുത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ചട്ടിയിലിട്ട് തേങ്ങ വറുത്തെടുക്കാം കേട്ടോ. നല്ലോണം പകുതി തേങ്ങ വറുത്തെടുക്കാം കേട്ടോ.
ഉള്ളി ഞാനൊന്ന് അരിഞ്ഞെടുക്കട്ടെ. പാവക്ക വെക്കുമ്പോഴും ഉള്ളിയിൽ ഇത്തിരി പിശുക്കാണിക്കരുതാ. പാവക്ക കയ്പില്ലാതിരിക്കാനാണ് കേട്ടോ ഉള്ളി നമ്മൾ നന്നായിട്ട് ചേർക്കണം. ചിലവർ സവാള ചേർക്കും, പക്ഷെ സവാള ചേർക്കുമ്പോൾ കറി പെട്ടെന്ന് അപ്പം ഞാൻ ഇത്ര ഉള്ളി കൊണ്ട് ഇടേണ്ട വറക്കാൻ വേണ്ടി. വറുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് കാശ്മീരി മുളകാണ് കേട്ടോ ചേർക്കണം കുറച്ച്. കാശ്മീരി മുളകിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉണ്ട്, പിന്നെന്താണ് മഞ്ഞൾപ്പൊടി കുറച്ചിട്ടുണ്ട്, പിന്നെ ഇത്തിരി മല്ലിപ്പൊടി വേണം. അതൊക്കെ ഒരു കണക്കാണ് കേട്ടോ മല്ലിപ്പൊടി. നമുക്കേ പിടിച്ചു തരാൻ, ഇത് കറക്റ്റിന് പിടിച്ചു തരാനൊന്നും ആരുമില്ലാത്തതുകൊണ്ടൊക്കെ ഉള്ള ബുദ്ധിമുട്ടാണ് കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ സ്റ്റില്ലായിട്ട് ഇതായിപ്പോവും അല്ലേ. നമ്മൾ ക്യാമറയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും ഭ്രാന്താകും. ഇപ്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ടാ. അപ്പോൾ തേങ്ങ അപ്പോൾ ഇത്തിരി വറുത്തിട്ടുണ്ട് കേട്ടോ. വറുത്ത് ഇങ്ങനെ ആയിട്ടുണ്ട്. തേങ്ങയും ഉള്ളിയും കൂടി നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുകൊണ്ട് ഇട്ട് കൊടുക്കാം. ഞാൻ തീയൊന്ന് പതുക്കെ ഒന്ന് ഓഫ് ചെയ്താണ് കേട്ടോ. അപ്പോൾ ഇട്ട് വറക്കുമ്പോൾ വേപ്പിലയും കൂടി ഇട്ട് വറക്കണം കേട്ടോ. ഞാനൊന്ന് തീയൊന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് അത് കൈ പിടിക്കണമുണ്ട്. അപ്പോൾ ഇത്തിരി വേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ആറിക്കഴിയുമ്പോൾ നന്നായി ഒന്ന് ഒരുപാട് നല്ലോണം പൊടി പോലെ അരയണമെന്നില്ലെന്നാണ് കേട്ടോ തോന്നുന്നത്. ഈ പുളിയിഞ്ചിക്കൊക്കെ നന്നായിട്ട് അരഞ്ഞു പോയാൽ പുളിയിഞ്ചി ശരിയാവില്ലല്ലോ. അപ്പോൾ വേപ്പില കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വറുത്തത് വെച്ചിരിക്കണേണ്. അപ്പം ഇനി നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. നന്നായിട്ടെന്ന് പറഞ്ഞാൽ ചിലവർക്ക് നിർത്തി ഒന്ന് നന്നായിട്ട് മഷി പോലെ അരയണമെന്നില്ല. എനിക്ക് അങ്ങനെ ഉണ്ട് തോന്നിയേക്കണേ. പുളിയിഞ്ചിക്കൊക്കെ ആണെങ്കിലും ഞാൻ മഷി പോലെ അരക്കാറില്ല. അപ്പോൾ ഒന്ന് അരച്ചെടുക്കട്ടെ ഇത്. അപ്പോൾ ചൂട് കുറച്ച് ആറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പാകത്തി മുങ്ങുന്ന രീതിയിൽ മതിട്ട വെള്ളം.
തേക്കപ്പം അതൊക്കെ ഒന്ന് മാറ്റി വെക്കട്ടെ അല്ലെങ്കിൽ ഭ്രാന്താവും. അപ്പം അരച്ച് കഴിഞ്ഞിട്ടുണ്ട്, പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എത്ര അരഞ്ഞാൽ മതി കേട്ടോ. ഇതിപ്പോൾ കൂടിപ്പോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. എൻ്റെ ഒരു സംശയം കേട്ടോ, അങ്ങനെ ഒരുപാട് ഇങ്ങനെ ഇതുപോലെ ആയി പോകുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഒരു നിർത്തി ഒന്ന് അരക്കണം. പക്ഷെ ഇതിപ്പോൾ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. അരച്ചത് അപ്പം നല്ലോണം വറ്റിയിരിക്കുകയാണ് കേട്ടോ പാവക്ക. ഞാൻ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെയൊക്കെ പെരുംജീരകമൊക്കെ ചേർക്കുമായിരുന്നു. ഇപ്പം ഞാനങ്ങനെ പൊതുവേ പെരുംജീരകം ചേർക്കൽ കുറവാണ് കേട്ടോ. പെരുംജീരകം ചേർക്കണം ശരിക്കും. ഞാൻ ഒരു മസാലയുടെ ഒരു ഇത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചുകൂടി വെള്ളം വേണം കേട്ടോ. ഇതൊന്ന് കുറുകിയിട്ട് തിരിച്ച് നമുക്ക് ജാറ് കഴിയേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാശ്മീരി മുളകാണ് കേട്ടോ ഞാൻ ഇതിനകത്ത് ഇട്ടേക്കണം. ഇനിയും വേണ്ടി വരും കേട്ടോ വെള്ളം. നന്നായിട്ട് തിളക്കട്ടെ. പാവക്കാക്കറിയും പപ്പടവും മാങ്ങാ ചമ്മന്തിയും ചേരും. എൻ്റെ ചാറിനൊന്നും ഒട്ടും കയ്പില്ല കേട്ടോ. കുറച്ചും കൂടി വെള്ളം ഒഴിക്കാനുണ്ട് കേട്ടോ. കുറച്ചുകൂടി വെള്ളം ഒഴിക്കാനുണ്ട്. എടുക്കാം. അപ്പം നന്നായിട്ട് തിളക്കട്ടെ. പാവക്കാക്കറി എന്തായി നോട്ടെ തിളച്ച് നോട്ടെ. നല്ല സൂപ്പറായിട്ട് നല്ല തിളച്ച് നല്ല പരുവമായിട്ടുണ്ട് ചാറൊക്കെ. ഇതും പപ്പടവും പിന്നെന്താണ് അതിന് ചേരണ. ഞാനിപ്പോൾ മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. മീൻ കിട്ടിയിട്ടില്ല. നമുക്ക് താളിച്ചെടുക്കാം അല്ലേ. തീർന്ന് കുറച്ചിട്ട് ഇടക്കാരും നന്നാക്കണം നോക്കട്ടെ. ആരുമില്ല. ആരാ വന്നേ നോക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോഴത്തേക്കും തിളച്ച് പാവക്ക ഓഫ് ചെയ്യാം. താളിച്ചെടുക്കാം. താളിക്കാനായിട്ട് തേന വറ്റൽ മുളകുണ്ട്, പിന്നെ വേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ താളിച്ചെടുക്കാൻ. താളിക്കാൻ വേണ്ടി എൻ്റെ ഒരു കുഞ്ഞു ചട്ടിയാണ് കേട്ടോ ഞാനിവിടെ വെക്കണം. പിടിയുള്ള ചട്ടി. ചൂടാകട്ടെ. രണ്ട് മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ട് മുളക് പിന്നെ വേപ്പിലയുമുണ്ട്.
വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തീ ഒന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ. തീ കുറച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ വെളിച്ചെണ്ണ ചെറിയ ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തീ ആളും. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്യാമറയൊക്കെ നമുക്കറിയാം, ആരെങ്കിലും പിടിച്ചു തരണം കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര പാടാണ്. ഇപ്പം ഞാനൊന്ന് നെട്ടൊന്ന് കളയണമെങ്കിൽ ഞാൻ ക്യാമറ താഴ്ത്തി വെക്കണം, അല്ലെങ്കിൽ ഓഫ് ചെയ്യണം. അത് മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മുളകും വേപ്പിലയും കൂടി നമുക്ക് അങ്ങോട്ട് താളിക്കാം. ഇത്രയുള്ള പരിപാടി. പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്തേക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ പണിയാവും, പെട്ടെന്ന് കരിഞ്ഞു പോകും. പറഞ്ഞില്ല, അപ്പോഴത്തേക്കും കരിഞ്ഞ്. അപ്പം തന്നെ ഒന്ന് അടച്ചേക്കണമെന്ന് പറയണത്, അല്ലെങ്കിൽ ആ വേപ്പിലയുടെയും ഇതിൻ്റെയൊക്കെ മണം അതിൽ പെട്ടിരിക്കുക, അല്ലെങ്കിൽ തുറന്ന് നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് പോകുന്നു. അപ്പം ഇത്തിരി നടച്ചു വെച്ചേക്കാം. അടഞ്ഞിരിക്കട്ടെ. ഇപ്പം നമ്മുടെ പാവക്കറി ഇവിടെ ഇതേ റെഡിയായിരിക്കുന്നു. കണ്ട, നല്ല കുറുകുറാന്നുള്ള പാവക്കറി. ഇതിന് കയ്പില്ല കേട്ടോ അധികം, പിന്നെ കയ്പൊട്ടും ഉണ്ടാവില്ല. നല്ല ഉള്ളിയിൽ കിടന്ന് വെന്ത പാവക്കയാണ്. കണ്ട, ആ കറി എല്ലാവർക്കും ഇഷ്ടമായില്ല. എല്ലാവർക്കും അറിയാം വെക്കാനായിട്ട്, എന്നാലും കുറച്ച് പാത്രത്തിലേക്ക് എടുക്കണേ. നല്ല ചൂട് പാവക്കറിയും പപ്പടം, പിന്നെ നല്ലൊരു മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കണമെന്ന് വിചാരിക്കണം. ഇന്ന് മീനൊന്നും കിട്ടിയില്ലായിരുന്നു. എങ്ങനെയുണ്ട്? എല്ലാവർക്കും പാവക്കറി ഇഷ്ടപ്പെട്ട? എല്ലാവരും അറിയാൻ പാടില്ലാത്തവരൊക്കെ നോക്കി ചെയ്യുക. പിന്നെ പെരിഞ്ജീരകം ഞാൻ ഇട്ടിട്ടില്ല. ഓക്കെ, നമുക്ക് പകുതി മാങ്ങയുണ്ട്, അത് നമുക്ക് ഒരു മാങ്ങ ചമ്മന്തി ഇറക്കാട്ടോ. പിന്നെ ക്യാബേജിൻ്റെ തോരൻ, ക്യാബേജ് തോരൻ ഉണ്ടാക്കണം. അപ്പോൾ മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാൻ ഒരു പച്ചമുളക് ഉണ്ടമുളകാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഉണ്ടമുളക് നല്ല എരിവാണ്. അപ്പോൾ ആ മുളകും മാങ്ങയും തേങ്ങയും കൂടി ഞാൻ ചമ്മന്തി ഇറക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് തേങ്ങ ഒന്ന് ചിരണ്ടി എടുക്കാം കേട്ടോ. ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇത്രയും മാങ്ങക്ക് ഇത് മതിയാകും കേട്ടോ. മാങ്ങാ ചമ്മന്തിയാണ് കേട്ടോ. മാങ്ങാ ചമ്മന്തിക്ക് ഒരു 4 ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. 4 ഉള്ളി എടുത്തിട്ടുണ്ട്. പച്ചമുളകാണ് എടുത്തതാണ്. ഒരു പച്ചമുളകും ഇത്രയും തേങ്ങ, പിന്നെ അതെ മാങ്ങ എടുത്തിട്ടുണ്ട് ഇത്രയും, പിന്നെ ഉപ്പും
അപ്പോൾ അത് ഇത്രയും ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങ പിന്നെ അപ്പോൾ നമുക്കത് അരച്ചെടുക്കാം. ഇതെല്ലാം കൂടി ഇടാം കേട്ടോ. ഇത്രയും ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ്, ഉപ്പും ഉള്ളിയും മാങ്ങയോടെ അരക്കാട്ടോ ആദ്യം. അല്ലെങ്കിൽ ചിലപ്പോൾ മാങ്ങ അരഞ്ഞില്ലെങ്കില കേട്ടോ. തേങ്ങ എന്നിട്ട് പിന്നെ നമുക്ക് പതുക്കെ അരച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും നമുക്ക് അരച്ചെടുക്കാം. ഉള്ളിയും മാങ്ങയും പച്ചമുളകും കൂടി അരച്ചെടുത്തിട്ടുണ്ട്, ഉപ്പും കൂടി. ഇനി നമുക്ക് തേങ്ങ ഉരച്ചിട്ട് വെക്കാം. ഇനി ആദ്യം തേങ്ങ എല്ലാം കൂടി ഇടുമ്പോൾ അരയില്ല കേട്ടോ. ഇട്ടെടുത്തിട്ട് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മാങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏറ്റവും നല്ലതാണ് കേട്ടോ കല്ലിലിട്ട് അരക്കണത്. ഞാനിതിന് പ്രോത്സാഹിപ്പിക്കില്ല, പക്ഷെ നമ്മുടെ അമ്മ ഇവിടെ ഇല്ല, അതുകൊണ്ടാണ്. അപ്പോൾ നല്ലതാണ് കേട്ടോ. പച്ചമുളകിട്ട് വെള്ളച്ചമ്മന്തി പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ്. വെള്ളച്ചമ്മന്തി പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിക്കോട്ടെ. അങ്ങനെ നമ്മുടെ വെള്ളച്ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാങ്ങ ചമ്മന്തി. ഇപ്പം നമ്മുടെ ക്യാബേജ് തോരനാണ് കേട്ടോ. തോരന് ഞാനും പിന്നെ വേറെ അധികം തേങ്ങയൊന്നും എടുക്കണില്ല, അരക്കണില്ല. ഇത് വെറുതെ തേങ്ങ കൊണ്ടിട്ടിട്ട്, സവാള നമ്മൾ ഓൾറെഡി അരിഞ്ഞിട്ടുണ്ട്, തേങ്ങയും ഇട്ട് പിന്നെ ഉപ്പും ഉപ്പ് തേങ്ങയിൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടാ. തേങ്ങയും ഉപ്പും ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് തിരുമ്മി കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് വെറുതെ കടുക് വറുത്തെടുക്കാൻ പോവേണ്ട. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പാവക്കാക്കറി പിന്നെ മാങ്ങാ ചമ്മന്തി എല്ലാത്തിനും തേങ്ങയാണ് കേട്ടോ. വേപ്പനയും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് നമുക്ക് ഒരു ഇതിൽ ഈ ചരുവത്തിലാണ് ഞാൻ വെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്യാബേജ് റെഡിയാക്കി എടുക്കാം കേട്ടോ. ക്യാബേജിനെ ചരുവ കൊണ്ടാൻ വെച്ചത് ഒന്ന് ചൂടാകട്ടെ നന്നായിട്ട്. ഒന്നുകൂടി തിരുമ്മി ചേർത്ത് വെക്കാം കേട്ടോ. നമുക്ക് ഈ പറഞ്ഞോണം ക്യാമറമാനൊന്നും കേട്ടോ. നമ്മളിങ്ങനെ വെച്ചിട്ട് അതാണ് ഇങ്ങനെ സൂം ചെയ്തെടുക്കാനായിട്ടാ, സൂം ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ ഉണ്ട് കൂടുതലായിട്ടും ചെയ്യണത്. അപ്പോൾ അത് കണ്ട അത് അരക്കാനുകൊണ്ട് ഒരു എന്താ കട്ട തേങ്ങയുടെ ഞാൻ ഷോർട്ട് വീഡിയോ ആണ് ചെയ്യണത്, കോമഡി ഷോർട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇടയ്ക്ക് വീഡിയോ ഇടും. മുമ്പൊക്കെ എപ്പോഴും വീഡിയോ ഞാൻ ഇടുമായിരുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്താ എല്ലാം ഇപ്പോൾ തേങ്ങ എടുത്തുകൊണ്ട് ഇനിയിപ്പോൾ വെറുതെ കടുക് വറുത്ത് അങ്ങോട്ട് ഇട്ടാൽ മതി. ഓക്കെ. ക്യാമറമാൻ ഇല്ലാത്ത കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ സ്റ്റാൻഡിലേക്ക് വെച്ച് കഴിയുമ്പോൾ ആകെ സ്റ്റില്ലായിട്ടൊക്കെ ഇരിക്കും കേട്ടോ. അതാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനൊന്നും പറ്റില്ല. നമ്മുടെ പിള്ളേരെന്നൊക്കെ പറഞ്ഞാൽ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അരികത്ത് കൂടി പോലും പോകില്ല. ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ ഇനി പച്ചമുളക് ഇടണം കേട്ടോ. പച്ചമുളക് ഒരെണ്ണം കീറിയിട്ടാൽ മതി. ഇവിടെ അധികം എരിവ് വേണ്ട. അപ്പോൾ ചെറിയ 2 പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. വെറുതെ നീളത്തിൽ കീറിയിട്ടേക്കാണ് കേട്ടോ. ചെറിയതാണ്, നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ നമുക്ക് തളിച്ചെടുക്കാം അല്ലേ. അപ്പോൾ ചട്ടി ചൂടായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തീ കുറച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് കായട്ടെ.
വെളിച്ചെണ്ണക്കുപ്പി അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. ചെറിയതിലാണ് ഞാൻ മാറ്റിയെടുക്കണത്. അവിടെ ഇരിക്കട്ടെ. കാഞ്ഞിട്ടുണ്ട്. ഇനി കടുക് കൊടുക്കാം. തീ കുറച്ച് വെച്ചേക്കണം. എന്നാലും ഈ അടുപ്പിനൊരു നല്ല എന്തായാലും സ്പൂണൊക്കെ പോയിട്ടാ. കടുകിട്ട് കൊടുക്കട്ടെ. പച്ചപ്പാടെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ ക്യാബേജ് അതിട്ട് കൊടുക്കാം. ഒന്നും ചെയ്യണ്ട. ഞാൻ കഴിയുമ്പോൾ ഇങ്ങനെയല്ല കേട്ടോ, ഞാൻ അരച്ചിട്ടാണ് തേങ്ങയൊക്കെ ഇടുന്നത്. തേങ്ങ, നല്ല ജീരകം, വെളുത്തുള്ളി, ചുവന്നുള്ളി എല്ലാം ഇട്ട് അങ്ങോട്ട് വെക്കുകയാണ് ചെയ്യണത് എപ്പോഴും. ക്യാബേജൊക്കെ പിന്നെ പെട്ടെന്നാകുമല്ലോ. ഇതിൻ്റെയൊക്കെ ക്യാബേജിൻ്റെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പകുതി വേവാകുമ്പോൾ തന്നെ നമ്മളൊക്കെ എനിക്കൊക്കെ ഇഷ്ടമുണ്ട് കഴിക്കാനായിട്ട്. പക്ഷേ ഞാൻ കഴിക്കരുത്. ഇപ്പോഴത്തെ ക്യാബേജൊക്കെ ഈ രാസവളമൊക്കെ ചേർത്ത് ഇങ്ങനെ വരുന്നതുകൊണ്ട് കെമിക്കലൊക്കെ അങ്ങനെ കഴിക്കാൻ പാടില്ല. എന്നാലും പൊതുവേ ഞാനൊരു കാര്യം പറഞ്ഞതാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. എനിക്കൊക്കെ ഇഷ്ടം. വെച്ച് കൊടുക്കാതെ ഞാനിപ്പോൾ ഇതിനകത്ത് വെളുത്തുള്ളി ഇട്ടില്ല കേട്ടോ. ചുവന്നുള്ളിയും കുറച്ച് സവാള. ശരിക്കും ഞാൻ നമ്മൾ തോരൻ വെക്കണത് നല്ല ജീരകവും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി അരച്ചിട്ട് തേങ്ങ കടുക് വറക്കുമ്പോൾ തന്നെ ഞാൻ അതിനകത്തിട്ടൊന്ന് വഴറ്റും കേട്ടോ. പച്ചത്തേങ്ങയുടെ മണമൊക്കെ പോയി കഴിയുമ്പോഴാണ് ശരിക്കും ഞാൻ ഉണ്ടാക്കാറുള്ളത്. ഇപ്പം പെട്ടെന്നായതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ഞാനിന്ന് പാവക്കക്കറി, മാങ്ങ ചമ്മന്തി, എന്നിട്ടത് ഉണ്ടാക്കിയത്. അതുകൊണ്ട് കുറച്ച് തേങ്ങ ഇതിനകത്ത് ചേർത്തേക്കണം. ഉപ്പൊക്കെ ഉണ്ടാവും വിചാരിക്കുന്നു. നല്ല മഴക്കാറുണ്ട് കേട്ടോ. ഇന്നും നല്ല മഴക്കാറാണ്. ഇന്ന് നന്നായിട്ട് മഴ പെയ്യുമെന്ന് തോന്നുന്നുണ്ട്. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ. അതിനു മുമ്പ് ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പക്കി, ഒരു ചിത്രശലഭം ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതുണ്ടോയെന്ന് നോക്കട്ടെട്ടാ. ഉണ്ടോയെന്ന് നോക്കട്ടെട്ടാ. ഞാൻ അത് ചാകാറായിന്നാണ് തോന്നണത്. കാണണ്ട ഉണ്ടോട്ടാ. കണ്ട പാവം. അത് ഇന്നലെ ഇവിടെ ഒന്ന് പെട്ടാണെന്ന്. ഇന്നിപ്പോൾ രാവിലെ നേരത്തെ ഞാനിതിനെ നോക്കാൻ വേണ്ടി വന്നിട്ട് പിന്നെ ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. അത് നിങ്ങൾ മാറിയിരിക്കണ കണ്ട. നോക്കട്ടെ. അയ്യടാ അടാ പറന്ന് 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 അതാ. പോയിക്കോ പോയിക്കോ. ദേ പറന്നിരിക്കണണ്ട. പോയിക്കോടാ. നിനക്ക് പോണോ? വീട്ടിൽ പോണോ?
അമ്മയുടെ അടുത്ത് പോണോ? അമ്മയുടെ അടുത്ത് പോണോ പോയിക്കോ. പുറത്തേക്ക് ആക്കിയേക്കാം അല്ലേ പാവം. പാവം പുറത്തേക്ക് വിടട്ടെ. ഒയ്യോ പുറത്തേക്ക് പോയത്, രക്ഷപ്പെട്ടത്. അയ്യടാ പാവം. ചിത്രശലഭത്തിനെ രക്ഷപ്പെടുത്താൻ പോയി നമ്മുടെ ക്യാബേജ് ഇവിടെ എന്തായാലും അറിയില്ല. കരിഞ്ഞ അയ്യോ അല്ല കുഴപ്പമില്ല. കരിഞ്ഞ മൊത്തം ഇപ്പോൾ ഇതൊക്കെയാണേ നമ്മളൊന്നിന്നൊന്നിലേക്ക് വിട്ടുപോകുമ്പോഴേ നമ്മുടെ കാര്യങ്ങളൊക്കെ തകരാറിലാകും. അപ്പോൾ അവിടെ ഇനി ഇതിൻ്റെ ചൂടിൽ തന്നെ ഇനി വെന്തോളൂ കേട്ടോ. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്യാണ്. അപ്പോൾ ഇത് ഞാൻ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളും. അതിൻ്റെ ചൂടിൽ തന്നെ നല്ല ചൂടായിരിക്കട്ടെ. പാവക്കാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തോരൻ, ക്യാബേജ്, മാങ്ങാ ചമ്മന്തി, പപ്പടം പറഞ്ഞെങ്കിലും ഇല്ല. ചോറ് കൊണ്ട് എടുത്താൽ കഴിക്കാം. മാങ്ങ ചമ്മന്തി, ക്യാബേജ് തോരൻ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.